കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പഴുത്ത ചക്ക ചേർത്തിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ചക്കയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചക്ക നന്നായിട്ടൊന്ന് അരച്ച് നന്നായിട്ടൊന്ന് പൾപ്പ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ശർക്കര ഇതുപോലെ ഒരു ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചക്കയുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ശർക്കര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇപ്പം ഒരു ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഞാനിവിടെ ഇപ്പം കുറച്ചളവിൽ മാത്രമേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉണ്ട ശർക്കര മതിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ശർക്കര ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഇപ്പം 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് പുട്ടിൻ്റെ പൊടിയല്ല വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. ഇടിയപ്പത്തിനും പത്തിരിക്കും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണിത്. അപ്പോൾ അത് 250 ml കപ്പിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ റവയാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ചക്കയും നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കയുടെ ഈ പൾപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് കലക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ശർക്കര കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാൻ ബാക്കി ഇരുന്ന ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ചക്ക അരച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാവ് ഒരുപാട് തിക്കായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതിൻ്റെ മാവ് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ പരുവത്തിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വരേണ്ടത്. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പ് മതി, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 പിടി തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നെയ്യിൽ വറുത്ത് ചേർക്കേണ്ടതാണ്. ഇനി ഞാനിവിടെ കുറച്ച് കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നെയ്യിൽ വറുത്തിട്ട് ചേർക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ടിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴെല്ലാം ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് മാവ് കലക്കി ഉടൻ തന്നെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. അപ്പം ഉണ്ണിയപ്പം കുറച്ചൊന്നും മയത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി മാവ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ അധിക സമയം വെച്ചേക്കൊന്നും വേണ്ട. മാവ് തയ്യാറാക്കി ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഈ ഉണ്ണിയപ്പം. മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ ഇതുപോലെ തവിയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ മാവ് എടുത്തിട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനിയും ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. ഇപ്പോൾ അത് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തിരിച്ചിടാം. അപ്പോൾ ഇനി ഈ സൈഡും കൂടെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ 2 സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മാവ് കംപ്ലീറ്റ് നമുക്കൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ നമുക്ക് മാവ് ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഉണ്ണിയപ്പം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പക്കാരയുടെ കുഴി തീരെ ചെറുതായതുകൊണ്ട് ചെറിയ ഉണ്ണിയപ്പമാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് കുറച്ച് എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ചെറിയ ഉണ്ണിയപ്പമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. നല്ല മയമൊക്കെ ഉണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിന്. അപ്പം നമ്മൾ ചേർത്ത ശർക്കരയൊക്കെ കറക്റ്റ് അളവിലായിരുന്നു. അപ്പം നിങ്ങളുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി, മധുരത്തിൻ്റെ അനുസരിച്ച്. അപ്പോൾ അതാ കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പമാണ്. അപ്പോൾ പഴുത്ത ചക്ക കിട്ടുന്നവർ ഉറപ്പായിട്ടും ഈ ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അരി അരച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അരി അരച്ചിട്ട് ഉടൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ പഴുത്ത ചക്ക കിട്ടുന്നവർ ഉറപ്പായിട്ടും ഈ ചക്ക ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്